വെൽക്കം ടു ആൾ. നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള എവല്യൂഷൻ ഓഫ് ബാങ്കിങ് ഇൻ ദ വേൾഡ് അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് പോകാം. എവല്യൂഷൻ ഓഫ് ബാങ്കിങ് ഇൻ ദ വേൾഡ്, എങ്ങനെയാണ് ലോകത്ത് ബാങ്കിങ് സിസ്റ്റം നിലവിൽ വന്നത് അതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് എന്താണ് ബാങ്ക് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നോക്കാം. നമ്മളതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എ ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് മണി ആൻഡ് ക്രെഡിറ്റ്. മണിയും ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് ഡീൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് ബാങ്ക് എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടി തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ജോഫ്രെ ക്രൗദറിൻ്റെ വേർഡ്സിൽ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. എ ബാങ്ക് കളക്ട്സ് മണി ഫ്രം ദോസ് ഹു ഹാവ് ഇറ്റ് ടു സ്പെയർ ഓർ ഹു ആർ സേവിങ് ഇറ്റ് ഔട്ട് ഓഫ് ദെയർ ഇൻകംസ് ആൻഡ് lends this money to those who require it. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, ആരുടെ കയ്യിലാണോ കൂടുതൽ സർപ്ലസ് ഇൻകം ഉള്ളത്, കൂടുതൽ പണമുള്ളത്, അവരത് സേവ് ചെയ്യും അല്ലെങ്കിൽ അവരത് സ്പെൻഡ് ചെയ്യും. അപ്പോൾ പണം ഉള്ള ആളുകളുടെ കയ്യിൽ നിന്നും അത് കളക്ട് ചെയ്യുകയും അത് ഇല്ലാത്ത ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയുമാണ് ബാങ്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഫ്രാൻസ് വൈറ്റും അതുപോലെ തന്നെയാണ് പറയുന്നത്, ക്രെഡിറ്റിൻ്റെയും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു മാനുഫാക്ചറാണ് ബാങ്ക് എന്നാണ് ഫ്രാൻസ് വൈറ്റ് പറയുന്നത്. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ സിംപ്ലി അത് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ലെൻഡിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നമുക്ക് ചുരുക്കി പറയാം. ഇനി നമുക്ക് എവല്യൂഷനിലേക്ക് പോകാം. എവല്യൂഷൻ ഓഫ് ബാങ്ക് ഇൻ ദ വേൾഡ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏൻഷ്യൻ ടൈംസിൽ ജനങ്ങൾ അവരുടെ വാല്യൂബിൾസൊക്കെ സൂക്ഷിച്ചിരുന്നത്, സ്റ്റോർ ചെയ്തിരുന്നത് അവർ വർഷിപ്പ് നടത്തുന്ന പ്ലേസസിലാണ്. ബിക്കോസ് ദേ കൺസിഡേർഡ് ദിസ് ടെമ്പിൾസ് ഓർ മോസ്ക് ചർച്ചസ് ആർ ദി സേഫസ്റ്റ് പ്ലേസ് ടു സ്റ്റോർ ദെയർ വാല്യൂബിൾസ്. അവരുടെ വാല്യൂബിൾസ് സൂക്ഷിക്കാനുള്ള ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അവരുടെ വർഷിപ്പ് നടത്തുന്ന ആരാധനാലയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെയായിരുന്നു ഒരു കാര്യമായിട്ട് അവരുടെ വാല്യൂബിൾസ്, പ്രഷ്യസ് സ്റ്റോൺസ് ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, കോയിൻസ് ആയിക്കോട്ടെ, കറൻസീസ് ആയിക്കോട്ടെ, ഇതെല്ലാം അവർ സൂക്ഷിച്ചിരുന്നത് ഇത്തരം ടെമ്പിൾസിലായിരുന്നു. അപ്പോൾ അത് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ സാധിക്കും. ഈജിപ്തിലെ ഇഫസസ്, ഡെൽഫി, ഒളിമ്പിയ തുടങ്ങിയതൊക്കെ ഇത്തരത്തിൽ ഏൻഷ്യൻ ടൈംസിൽ ഈജിപ്തിൽ ആളുകൾ അവരുടെ വാല്യൂബിൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പ്രധാനപ്പെട്ട ടെമ്പിൾസിൻ്റെ പേരാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇഫസസ്, ഡെൽഫി, ഒളിമ്പിയ. ഇനി അതിനുശേഷം നമ്മൾ ഈ ബാങ്ക് എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്? അപ്പോൾ സാധാരണയായിട്ട് പറയുന്നത് ബാങ്കസ് എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് ബാങ്ക് എന്നുള്ള വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത്, അല്ലേ? ദ വേർഡ് ബാങ്ക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ബാങ്കസ് വിച്ച് മീൻസ് എ ബെഞ്ച്. പക്ഷേ ഈ ഒരു ഒറിജിൻ ഓഫ് ദി വേർഡ് ബാങ്കിൻ്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട ഒരുപാട് ടേംസുകളുണ്ട്. അതായത് ഈ വാക്കുകളിൽ നിന്നൊക്കെയാണ് ബാങ്ക് എന്നുള്ള വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത് എന്നാണ് ഒരുപാട് ആളുകളുടെ ഒപ്പീനിയൻസ്. ദർ ആർ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് അബൌട്ട് ദി ഒറിജിൻ ഓഫ് ദി വേർഡ് ബാങ്ക്. എന്തൊക്കെയാണത്? ഇറ്റാലിയൻ വേർഡായിട്ടുള്ള ബാങ്കോ, അല്ലെങ്കിൽ ഫ്രഞ്ച് വേർഡായിട്ടുള്ള ബാങ്ക്, ജർമ്മൻ വേർഡായിട്ടുള്ള ബാങ്ക്, ഇതിൽ നിന്നൊക്കെയാണത് ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ട്. ദെൻ ഒറിജിൻ ഓഫ് ദി ബാങ്കിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോഫ്രെ ക്രൗദറിൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ആധുനിക രീതിയിൽ കാണുന്ന ബാങ്കുകളുടെ മുൻഗാമികൾ എന്ന് പറയപ്പെടുന്നത് പ്രധാനമായിട്ടും 3 ആളുകളാണ്. ആരൊക്കെയാണ് അവർ? ദേ ആർ മെർച്ചൻ്റ് ബാങ്കേഴ്സ്, ഗോൾഡ് സ്മിത്ത് ആൻഡ് മണി ലെൻഡേഴ്സ്. ദീസ് ആർ ദി 3 ആൻസസ്റ്റേഴ്സ് ഓഫ് ദി മോഡേൺ ബാങ്കിങ് സിസ്റ്റം. അപ്പോൾ നമുക്ക് നേരെ മെർച്ചൻ്റ് ബാങ്കേഴ്സിലേക്ക് പോകാം. മെർച്ചൻ്റ് ബാങ്കേഴ്സ്, ആസ് ദി നെയിം ഇംപ്ലൈസ്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദേ ആർ ദി ട്രേഡേഴ്സ്. അവർ ഗുഡ്സ് വിൽക്കുന്ന അല്ലെങ്കിൽ വസ്തുക്കൾ കച്ചവടം ചെയ്യുന്ന ആളുകളാണ് മെർച്ചൻ്റ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. അലോങ് വിത്ത് ട്രേഡ് ദേ സ്റ്റാർട്ടഡ് ടു ഫിനാൻസ് ട്രേഡ്. അതായത് കച്ചവടത്തിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പണം
കൊടുത്തുകൊണ്ട് സഹായിക്കുന്ന ഒരു വിഭാഗം കച്ചവടക്കാരാണ് മെർച്ചൻറ്റ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ട്രേഡ് നടത്തിയിട്ട് അവരുടെ കയ്യിലുള്ള സർപ്ലസ് എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള കച്ചവടക്കാരെ സഹായിക്കുക, ഇൻക്ലൂഡിങ് ഫോറിൻ ട്രേഡ്, വിദേശ കച്ചവടത്തെ വരെ അവർ സഹായിക്കുന്നു. അങ്ങനെ സഹായിക്കുന്നതിന് പകരമായിട്ട് അവർ ചെറിയ രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അവർ ചാർജ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കമ്മീഷൻ റേറ്റ് ഒക്കെ അവർ ചാർജ് ചെയ്യും. അപ്പോൾ പിന്നീടാണ് ഇങ്ങനെയുള്ളൊരു ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് അത് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരെ മെർച്ചൻറ്റ് ബാങ്കേഴ്സ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ മെർച്ചൻറ്റ്സ് ആയിരുന്നു, പിന്നീട് ബാങ്കേഴ്സായിട്ട് മാറുകയാണ് ഉണ്ടായത്. സോ ഇതാണ് ഒന്നാമത്തെ പൂർവികർ എന്ന് പറയുന്നത്, മെർച്ചൻറ്റ് ബാങ്കേഴ്സ്. സെക്കൻഡ് വൺ, ഗോൾഡ് സ്മിത്ത്. ഗോൾഡ് സ്മിത്തിനെ സാധാരണയായിട്ട് ജനങ്ങൾ കണ്ടിരുന്നത് നമ്മളുടെ വാല്യൂബിൾസ് സൂക്ഷിക്കാനുള്ള സേഫ് കസ്റ്റഡിക്കായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആളുകളായിട്ടാണ് അല്ലേ. ദേ പ്രൊവൈഡഡ് സ്ട്രോങ് അയൺ ഫോർ സേഫ് കസ്റ്റഡി ഓഫ് വാല്യൂബിൾസ്. അവർ ഇരുമ്പുകൾ കൊണ്ട് ഒരുപാട് കവചങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ട് അവരുടെ വാല്യൂബിൾസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് പകരമായിട്ട് അവരൊരു റെസിപ്റ്റും കൊടുക്കും. അതായത് ജനങ്ങൾ എന്ത് ചെയ്യും, അവരുടെ കയ്യിലുള്ള വാല്യൂബിൾസൊക്കെ ഈ ഗോൾഡ് സ്മിത്തിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും, ഡെപ്പോസിറ്റ്, ബിക്കോസ് ഓഫ് ദി ഡേഞ്ചർ ഓഫ് തെഫ്റ്റ്. മോഷണം ഭയന്നുകൊണ്ട് പല ആളുകളും അവരുടെ വാല്യൂബിൾസ് ഗോൾഡ് സ്മിത്തിനെ ഏൽപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഗോൾഡ് സ്മിത്ത് അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇത്തരത്തിൽ അവരുടെ വാല്യൂബിൾസ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു റെസിപ്റ്റ് കൊടുക്കും. ആ റെസിപ്റ്റിനെ പറയുന്ന പേരാണ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു അക്നോളജ് ദി ഡെപ്റ്റ് അക്നോളജ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് സേഫ് കസ്റ്റഡിക്ക് വേണ്ടി സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്റ്റ് അവർക്ക് കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. സോ second ancestor is goldsmith. And moving to the third, they are money lenders. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് സ്മിത്ത് തന്നെയാണ് പിന്നീട് മണി ലെൻഡേഴ്സ് ആയിട്ട് മാറിയത്. അതായത് ഇങ്ങനെ വാല്യുബിൾസും കാര്യങ്ങളൊക്കെ കൂടുതൽ ആളുകൾ അവരുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ചെറിയൊരു കമ്മീഷൻ റേറ്റ് ആയിരുന്നു കിട്ടും, അവർക്കൊരു സ്മോൾ റേറ്റ് കിട്ടും. അപ്പോൾ ആ സ്മോൾ റേറ്റ് വെച്ചുകൊണ്ട് അവരുടെ കയ്യിൽ കൂടുതൽ പണങ്ങൾ വന്നു ചേരാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യും, അവർ അത് ആളുകൾക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ബാങ്കേഴ്സായിട്ട് മാറി. ദേ ബിക്കം ബാങ്കേഴ്സ്. ദേ പെർഫോം 2 important functions ഓഫ് ദി മോഡേൺ ബാങ്കിങ്. അവർ ലെൻഡിങ് ചെയ്യും, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ചെയ്യും. അതായത് ആളുകളുടെ കയ്യിൽ നിന്ന് വാല്യൂബിൾസ് വാങ്ങിച്ചു വെക്കുകയും ചെയ്യും. അതേ സമയത്ത് അവരുടെ കയ്യിലുണ്ടാകുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് അവർ ആളുകളെ സഹായിക്കുകയും ചെയ്യുന്നു, വായ്പ കൊടുത്ത് സഹായിക്കുകയും ചെയ്യുന്നു. സോ ദേ ആർ മണി ലെൻഡേഴ്സ്. അപ്പോൾ അങ്ങനെ ഈ മണി ലെൻഡേഴ്സ്, അപ്പോൾ ഈ 3 എണ്ണമാണ് മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, ഗോൾഡ് സ്മിത്ത്, അതുപോലെ തന്നെ ഈ മണി ലെൻഡേഴ്സ്. ഈ 3 വിഭാഗം ആളുകളും ഉൾപ്പെടുന്നതാണ് പണ്ട് കാലത്തെ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നീട് ഇതിന് പരിണാമം സംഭവിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള മോഡേൺ ബാങ്കിങ് സിസ്റ്റം ഉണ്ടായത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിച്ചു നോക്കാം. ഗോൾഡ് സ്മിത്തിന് ശേഷം പ്രൈവറ്റ് ബാങ്കേഴ്സ് വന്നു. ഇത് പ്രൈവറ്റ് സെക്ടർ ആളുകൾ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് ബാങ്കുകൾ ലോകത്ത് എമ്പാടും ഉണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ബാങ്കാണ് ബാങ്ക് ഓഫ് വെനീസ്. ആദ്യത്തെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ബാങ്ക് ഓഫ് വെനീസ് ആണ്. അതിനുശേഷം ബാങ്ക് ഓഫ് ബാഴ്സലോണ 1401, ബാങ്ക് ഓഫ് ജിനോവ 1407, ബാങ്ക് ഓഫ് ആംസ്റ്റർഡാം തുടങ്ങിയ ബാങ്കുകളൊക്കെ നിലവിൽ വന്നു. അപ്പോൾ ഈ ഒരു എവല്യൂഷന്, ബാങ്കിങ്ങിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് വി ക്യാൻ ട്രേസ് ബാക്ക് ഫ്രം ദി ഏൻഷ്യൻറ്റ് ടൈംസ് ഇൻ ടെമ്പിൾസ്. അപ്പോൾ ടെമ്പിൾസിലായിരുന്നു ഇവർ കൂടുതലായിട്ട് സൂക്ഷിച്ചിരുന്നത്. പിന്നീട് അതിൻ്റെ ഫോം മാറുകയും ഗോൾഡ് സ്മിത്തിലേക്കും മെർച്ചൻറ്റ് ബാങ്കേഴ്സിലേക്കും മണി ലെൻഡേഴ്സിലേക്ക് എത്തുകയും പിന്നീട് പ്രൈവറ്റ് ബാങ്കുകൾ വന്നു. ബാങ്ക് ഓഫ് വെനീസ്, ബാങ്ക് ഓഫ് ബാഴ്സലോണ, ബാങ്ക് ഓഫ് ജിനോവ, ബാങ്ക് ഓഫ് ആംസ്റ്റർഡാം തുടങ്ങിയ ഒരുപാട് ബാങ്കുകൾ പിന്നീട് നിലവിൽ വരികയുണ്ടായി. അപ്പോൾ ഇതാണ് ഒറിജിൻ ഓഫ് ബാങ്കിങ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്ത് എവല്യൂഷൻ ഓഫ് ബാങ്കിങ് ഇൻ ദി വേൾഡ്. നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എവല്യൂഷൻ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ ഓർ ഗ്രോത്ത് ഓഫ് ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്നുള്ള ടോപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ
ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.